ആമുഖത്തിൽ ചോദിച്ച വടക്കാഞ്ചേരി വികസനവുമായി ബന്ധപ്പെട്ട് വാഴാനി പുഴയെ പുനരുദ്ധരിക്കാൻ ഒരുപാട് പുഴയുടെ സ്ഥലം കയ്യേറി പോയിട്ടുണ്ട്, അത് അളന്ന് തിട്ടപ്പെടുത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് വീണ്ടെടുക്കാനുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? വാഴാനി പുഴ നവീകരണം എന്ന് കെട്ടിയാഘോഷിച്ച പദ്ധതി എഴഞ്ഞാണ് നീങ്ങുന്നത്. അതിന് വേണ്ട രീതിയിൽ ഇടപെടൽ നടത്തിക്കഴിഞ്ഞാൽ തന്നെ ആ പുഴയുമായി ബന്ധപ്പെട്ട ഇറിഗേഷൻ ഉദ്യോഗസ്ഥരെ വിളിച്ചിരുത്തി ചർച്ച ചെയ്ത് കൃത്യമായി ഒരു തീരുമാനമെടുത്ത് അതിനുവേണ്ട ശ്രദ്ധ ചെലുത്തിയാൽ തന്നെ ആ പ്രോജക്റ്റ് പൂർത്തീകരിക്കാൻ സാധിക്കും. ഇപ്പോൾ ആ പ്രോജക്റ്റിൻ്റെ സ്ഥിതി എന്താ? കൃത്യമായി മണ്ണ് പോലും നീക്കം ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ കോടികളുടെ പ്രഖ്യാപനങ്ങളിലല്ല, അല്ലെങ്കിൽ നാടമുറിച്ച് നിർമ്മാണോദ്ഘാടനം നടത്തുകയല്ല, അത് പൂർത്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് വടക്കാഞ്ചേരിയിലെ ആളുകളോട് പറയാനുള്ള വാക്ക്. പദ്ധതികൾ തുടങ്ങി അത് പൂർത്തീകരിക്കുക, അതിന് 5 വർഷത്തെ മാൻഡേറ്റ് എനിക്ക് തരണം എന്നുള്ളതാണ് എനിക്ക് വടക്കാഞ്ചേരിയിലെ പൊതുസമൂഹത്തോട് പറയാനുള്ളത്. ഒരു ചോദ്യം കൂടി, താങ്കളുടെ നവകേരള കാഴ്ചപ്പാട് എങ്ങനെയാണ്? നവകേരളം എങ്ങനെയാവണം? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആധുനിക കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളണം. ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് നല്ല കളിക്കളങ്ങൾ ഉണ്ടാവണം, നല്ല പാർക്കുകൾ ഉണ്ടാവണം, നല്ല തൊഴിലിടങ്ങൾ ഉണ്ടാവണം. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള ആവശ്യമായ കുടിവെള്ളം ഉൾപ്പെടെ ആരോഗ്യ പദ്ധതികൾ ഉൾപ്പെടെയുള്ള കാര്യക്ഷമമായി നടപ്പിലാക്കണം. അതിൻ്റെ കൂടെ തന്നെ വടക്കാഞ്ചേരിയിൽ വീടില്ലാത്ത ഒരുപാട് ആളുകൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. 2026 3 സെൻറ്റ് സ്ഥലം പോലും ഇല്ലാതെ വീടില്ലാതെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകൾക്ക് വീട് നിർമ്മിക്കുക എന്നുള്ളത് ഇപ്പോൾ ലൈഫ് മിഷൻ്റെ പദ്ധതി ഉൾപ്പെടുത്തി വടക്കാഞ്ചേരിയിൽ ഒരു ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ സ്ഥിതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു കല്ല് പോലും എടുത്തു വയ്ക്കാൻ ഇപ്പോഴത്തെ ജനപ്രതിനിധിക്ക് സാധിച്ചിട്ടില്ല. 5 കൊല്ലം കഴിഞ്ഞു. ആ ഫ്ലാറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ എന്ത് ചെയ്തു? ലൈഫ് മിഷൻ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. അത് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പ്രോജക്റ്റ് മാത്രമല്ല, ഈ നിയോജകമണ്ഡലത്തിൽ തന്നെ വിവിധ മേഖലകളിൽ നമുക്ക് ഫ്ലാറ്റ് സമുച്ചയമായിട്ടും 3 സെൻറ്റ് വില്ല പ്രോജക്റ്റുകളായിട്ടും ലൈഫ് മിഷൻ പ്രോജക്റ്റുകൾ നടപ്പിലാക്കാം. പക്ഷേ അതിന് വേണ്ട ഒരു ഇടപെടലും ഈ ജനപ്രതിനിധിയെ കൊണ്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഒരു കാര്യം ഉറപ്പ് നൽകാം, വീടില്ലാത്ത എല്ലാ ആളുകൾക്കും വീട് നൽകാനും അതുപോലെ എല്ലാ വീടുകളിലും ആവശ്യത്തിന് കുടിവെള്ളം നൽകുക എന്നുള്ളതാണ് നമ്മുടെ പ്രയോറിറ്റി. അതിൻ്റെ കൂടെ തന്നെ വടക്കാഞ്ചേരി എന്ന് പറയുന്ന വളരുന്ന പട്ടണത്തിന് ഉതകുന്ന രീതിയിലുള്ള പ്രോജക്റ്റുകൾ, അത് പാർക്കുകൾ ഉൾപ്പെടെ നേരത്തെ പറഞ്ഞ എൽഡർ പാർക്കും കുട്ടികൾക്കുള്ള പാർക്കും കുട്ടികൾക്കുള്ള കളിക്കളങ്ങളും അതുപോലെ യുവജനങ്ങൾക്ക് കളിക്കാനുള്ള ടർഫോട് കൂടിയിട്ടുള്ള വലിയ രീതിയിലുള്ള കളിക്കളങ്ങൾ ഉൾപ്പെടെയുള്ളവ നിർമ്മിക്കുക എന്നുള്ളതാണ് എനിക്ക് വടക്കാഞ്ചേരിയിലെ പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കാനുള്ളത്. തീർച്ചയായിട്ടും വടക്കാഞ്ചേരിയിൽ നിന്ന് വിജയിക്കുമെന്നുള്ള ഉറപ്പിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ 5 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കും എന്നുള്ള ഉറപ്പ് കൂടി ഈ അവസരത്തിൽ നൽകാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും അതുപോലെ തന്നെ ഇന്ന് സീനിയർ ജേസീസിൻ്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, വടക്കാഞ്ചേരിയുടെ വളർച്ചയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പങ്കുവെക്കാൻ സാധിച്ചതിൽ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. സീനിയർ ജേസീസിനും അതുപോലെ മീഡിയ ഉൾപ്പെടെ ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാ മാധ്യമ സ്ഥാപനങ്ങൾക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കാഴ്ചപ്പാടുകൾ പങ്കുവച്ചതിന് നന്ദി. എല്ലാവിധ വിജയാശംസകളും നേരുന്നു.